സർ, എന്നും വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കോൺഗ്രസിന്റെ വനിതാ നേതാവാണ് ഷമാ മുഹമ്മദ്. ഇപ്പോൾ മറ്റൊരു വിവാദങ്ങളിലേക്ക് അവർ കടന്നിട്ടുണ്ട്. അത് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നായകൻ രോഹിത് ശർമ്മ തടിയനാണെന്നും അദ്ദേഹം ഇന്ത്യ കണ്ട ഏറ്റവും മോശം കളിക്കാരനാണ്, ക്യാപ്റ്റനാണെന്നുമാണ് ഈ ഷമാ പറഞ്ഞത്. ഇത്തരം അനാവശ്യ പ്രസ്താവനകളുമായി രംഗത്ത് വരേണ്ട വല്ല കാര്യമുണ്ടോ? ഈ ഷമാ മുഹമ്മദിനെ പോലുള്ള ആളുകൾ ചാനൽ ചർച്ചയിലൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഒരു വനിത എന്നുള്ള നിലയിലും മുസ്ലിം സമുദായത്തിൽ ജനിച്ച വനിതയാണല്ലോ. അപ്പോൾ നമുക്ക് കൂടുതൽ റെസ്പെക്റ്റ് ഉണ്ട്. മറ്റൊന്നുകൊണ്ടല്ല, മുസ്ലിം സമുദായത്തിൽ നിന്ന് അങ്ങനെ ഒരുപാട് നേതാക്കളൊന്നും വളർന്നു വന്നിട്ടില്ല. ഏത് പാർട്ടി എടുത്താലും നേതാക്കളൊന്നും വളർന്നു വന്നിട്ടില്ല. ഇപ്പോൾ ഒരു ഷാനിമാൻ ഉസ്മാനോ അങ്ങനെയൊക്കെയുള്ള കുറച്ച് പേരാണ് കോൺഗ്രസ്സിലുള്ളത്. ഇപ്പുറത്തെടുത്താലും കുറച്ച് പേരേ ഉള്ളൂ. ഏത് പാർട്ടി എടുത്താലും കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു റെസ്പെക്റ്റ് ഉണ്ട് അവരോട്. അവർ നല്ല കാര്യങ്ങളാണ് പറയുന്നവർ. പക്ഷേ ചാനലിൽ അവർ തുടങ്ങി അല്പം കഴിയുമ്പോൾ എന്ത് തുടങ്ങും? സ്വഭാവം മാറി ബഹളം തുടങ്ങും. പിന്നെ അവർക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ എതിരാളികളും ഇരിക്കുന്നവരുമായിട്ട് തർക്കിച്ച് എതിരാളികളെ പോലെ വഴക്കുണ്ടാക്കി പിന്നെ അവർ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതെല്ലാം പറയാതെ പോകും. നാവിൽ വികട സരസ്വതി കയറി നിൽക്കുന്ന ഒരു വനിതയാണത്. രാഷ്ട്രീയത്തിൽ അവർക്ക് കുറേ പരുക്കുകൾ പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് കണ്ണൂരിൽ സീറ്റ് ചോദിച്ചു, കൊടുത്തില്ല. വലിയ സങ്കടമായിട്ടാണ് ലോക്സഭയിൽ വലിയ സങ്കടമായിട്ടാണ് നടന്നത്. അടുത്ത നിയമസഭയിലും ഉണ്ട്. കഴിഞ്ഞ നിയമസഭയിലും ഇതുപോലെയായിരുന്നു. അപ്പം പിന്നെ വലിയ സ്ഥാനങ്ങൾ കിട്ടിയവരാണ്. അപ്പം ഇവരെ പോലുള്ള ആളുകൾ ഈ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന ഷമാ മുഹമ്മദിനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്, രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ചതുരംഗ കളിയാണ്. അവിടെ നല്ല മെയ്വഴക്കം ആവശ്യമുണ്ട്. ആ മെയ്വഴക്കത്തിൽ പ്രധാനമാണ് നാവ്. അപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ക്യാപ്റ്റന് തടി കൂടിപ്പോയി. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ക്യാപ്റ്റൻ ആവാനും ഇന്ത്യൻ ക്രിക്കറ്റിലെ ടീം അംഗമാവാനും ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ഒരു കളി തോറ്റുപോയി, നമ്മൾ ഉടനെ ക്യാപ്റ്റനെ തെറി പറയൂ. ഒരു കളി ജയിച്ചു ഉടനെ ക്യാപ്റ്റന് മാത്രമാണ്? അല്ല, അതൊരു ടീമാണ്. അതിനകത്ത് അതിന് മാനദണ്ഡങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്, ഒക്കെ വെച്ചിട്ടാണ് വരുന്നത്. പിന്നെ ചില ശുപാർശകളൊക്കെ വരും. ജനാധിപത്യ സംവിധാനമല്ലേ, ചിലപ്പോൾ ശുപാർശകളും വന്നെന്നിരിക്കും. ഇതെല്ലാം വരും. പിന്നെ സെലക്ട് ചെയ്യുന്നതും വ്യക്തികളല്ലേ ഇവരെ സെലക്ട് ചെയ്യും. സെലക്ടർമാരും വ്യക്തികളാണല്ലോ. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ സ്വാധീനിക്കപ്പെട്ടെന്നിരിക്കും. പക്ഷെ അങ്ങനെ ആളുകൾ അടച്ചാക്ഷേപിക്കരുത്. ഇവർ പറഞ്ഞു വരുമ്പം ഈ വനിത പറഞ്ഞു വരുമ്പോൾ എന്ത് ചെയ്യും? ആളുകളെ കണ്ണടച്ചങ്ങോട്ട് ആക്ഷേപിക്കും, കണ്ണടച്ച് വിമർശിക്കും. അതുകൊണ്ട് മെരിറ്റില്ല പലപ്പോഴും. ഇതിലും എന്താണ് മെരിറ്റ്? തടി കൂടിപ്പോയി, അതൊരു കുറവാണോ? അപ്പോൾ എത്രയോ പിന്നെ ആളുകൾക്ക് തടിയുള്ളവരുണ്ട്. ഇപ്പം ശ്രീലങ്കയുടെയൊക്കെ പഴയ ക്യാപ്റ്റനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ക്യാപ്റ്റനെ പല കളിക്കാരെയൊക്കെ നല്ല തടിയുള്ളവരില്ലേ. തടി നോക്കിയിട്ടല്ലല്ലോ ക്രിക്കറ്റിനകത്ത് നിന്ന്. പിന്നെ സച്ചിൻ തെണ്ടുൽക്കറിന് എത്ര പൊക്കമുണ്ട്? വളരെ കുറച്ച് പൊക്കമുള്ളൂ. രവിശാസ്ത്രിക്ക് എന്തോരം പൊക്കം ഉണ്ട്. ഈ പൊക്കം കൂടിയതും ഒരു പ്രശ്നമല്ലേ? ബാളൊന്നും പിടിക്കാൻ പറ്റാതെ വന്നാലോ? പൊക്കം കൂടിയാലും പ്രശ്നമല്ലേ? അഷറുദ്ദീന് ഭയങ്കര പൊക്കമല്ലേ? ചേതൻ ശർമ്മ എത്രയുണ്ട് പൊക്കം? രണതുംഗെ എത്ര പൊക്കമുണ്ട്? എന്തൊരു തടിയാണ്! നിങ്ങൾ ഓരോ കഥാപാത്രങ്ങൾ എടുത്തു നോക്കൂ. അതേപോലെ ക്യാപ്റ്റൻസി മോശം എന്നാണ് പറയുന്നത്. അതാണ് പറഞ്ഞത്. ഇത് ആരാണ് വിലയിരുത്തുന്നത്? ഇവർ ക്രിക്കറ്റ് ക്യാപ്റ്റൻസി മോശം എന്ന് പറഞ്ഞാൽ പോട്ടെ, ഇപ്പോൾ പൊളിറ്റിക്സിൽ ഇവരെ പെർഫോമൻസ് മോശമാണ്. അതിൻ്റെ കൂടെ തടിയും ഉണ്ടെന്ന് പറഞ്ഞാൽ ബോഡി ഷെയ്മിങ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അവർ മോശമാവില്ലായിരുന്നു. ഇവിടെ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു? ഇതൊരു സ്ത്രീയാണ് പറഞ്ഞെങ്കിൽ ഇവിടെ വിടുമോ? നമ്മളെ വിടുമോ? അപ്പം അദ്ദേഹം രോഹിത് ശർമ്മ കേൾക്കാതിരുന്നാൽ കൊള്ളാം. ബോഡി ഷെയ്മിങ് കൂടെ അല്ലേ? അദ്ദേഹത്തിന് തടി കൂടിപ്പോയി. അല്ല, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ രാഹുൽ ഗാന്ധിയെ കണ്ടുപഠിച്ചതായിരിക്കും ഇത്തരം അനാവശ്യ വിവാദങ്ങൾ. പൊളിറ്റിക്സിൽ എന്ന് പറയുന്നത് അതാണ്, പക്വതയാണ് പ്രധാനം. താൻ വളരുന്നതിനനുസരിച്ച് എന്തും കൂടണം. ഒരു പൊസിഷനിൽ നിന്ന് അടുത്ത പൊസിഷനിലോട്ട് മാറുമ്പോൾ സംസാരത്തിൽ പക്വത കൂടണം. അങ്ങനെ പക്വത കൂടുമ്പോഴാണ് സമൂഹം ശ്രദ്ധിക്കും. ചെറിയ നേതാവായിരിക്കുമ്പോൾ സമൂഹം ശ്രദ്ധിക്കത്തില്ല. അടുത്ത സ്റ്റേജ് വരുമ്പോൾ അതാരാണ്? വാക്ക്, നോട്ടം, നടത്തം, പിന്നെ വസ്ത്രധാരണ രീതി, കഴിക്കുന്ന ഭക്ഷണം, സഞ്ചരിക്കുന്ന വാഹനം എല്ലാം സമൂഹം നോക്കും. രാവിലെ നോക്കുമെന്നല്ല, അല്ലെങ്കിൽ സർവേ നടത്തുമെന്നല്ല, അല്ല, സമൂഹത്തിനറിയാം. അപ്പോൾ ഷമാ മുഹമ്മദിനെ പോലുള്ള ആളുകൾ ഒന്ന് ഈ കണ്ണിക്കണ്ട കാര്യങ്ങൾക്കെല്ലാം എന്ത് ചെയ്യാൻ പോകരുത്? അഭിപ്രായം പറയാൻ പോകരുത്. ഒന്നാമത്തെ കാര്യം, എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയും. അത് തന്നെ ഒരു ഡിസ്ക്വാളിഫിക്കേഷനാണ്. സകല കാര്യത്തിലും കയറി അഭിപ്രായം പറയുന്നത്. ജനറലൈസ് ചെയ്ത് പറഞ്ഞാലും പിന്നെ കുഴപ്പമില്ല. ഇത് ആധികാരികമായിട്ട് പറയാൻ നടക്കും. രണ്ടാമത് ക്രിക്കറ്റിനെ തള്ളി പറയും. രോഹിത് ശർമ്മയ്ക്ക് തടി കൂടിപ്പോയെന്ന് പറയും. അതുകൊണ്ട് നേട്ടം അവർക്ക്? മറ്റൊരാളിനെ ഇങ്ങനെ അധിക്ഷേപിച്ച് പറഞ്ഞതുകൊണ്ട് എന്താ നേട്ടം? കേരളത്തിൽ കൈയടി കിട്ടുമല്ലോ. കുംഭമേളയെ വിമർശിക്കുക, ദേശീയതയെ വിമർശിക്കുക, ഇപ്പോൾ ഇന്ത്യൻ ടീമിനെ വിമർശിക്കുക. അപ്പോൾ ഒരു കണ്ണൂരിലെ സീറ്റ് ഉറപ്പായില്ല. അതാണ് കേരളത്തിന്റെ ഒരു ഗുണം. എന്താ പറയുക? രാവിലെ എണീറ്റ് നിന്ന് നോർത്ത് ഇന്ത്യക്കാരെ നോക്കി അങ്ങോട്ട് തെറി പറഞ്ഞാൽ നമുക്ക് വല്ല കഴിവുണ്ടോ? മലയാളിക്ക് ഇതൊക്കെ കയറി എടുക്കാൻ വല്ല കഴിവുണ്ടോ?
ഒന്നുമില്ല. അവിടെ വല്ലതും പറ്റുമോ? ഇനി കഴിവുണ്ടെങ്കിൽ നമ്മൾ അംഗീകരിക്കുമോ? നമുക്കൊരു PT ഉഷ ഉണ്ടായിരുന്നു, ഇപ്പോൾ PT ഉഷയുടെ സ്ഥിതി എന്താ? നമ്മളങ്ങനെ കഴിവുള്ളവരെ അംഗീകരിക്കത്തുമില്ല, കഴിവുള്ളവരെ വളരാനും സമ്മതിക്കത്തില്ല. ആരെങ്കിലും വളർന്നു വന്നാൽ നമ്മൾ അവരെ തള്ളിപ്പറയും. നോർത്തിലോട്ട് നോക്കിയിരിക്കും നമ്മൾ. അവിടെ ആരെങ്കിലും കയറി വന്നാൽ അവരെല്ലാം, അത് പൊളിറ്റിക്സ് ആയാലും ശരി, ആളുകൾക്ക് നല്ല വിവരമുണ്ടെന്നേ. നോർത്തിലെ ആളുകൾക്ക് നല്ല വിവരമുണ്ട്. അവർക്ക് രാഷ്ട്രീയം മാറ്റാൻ അറിയാം, പാർട്ടികളെ മാറ്റി തിരഞ്ഞെടുക്കാൻ അറിയാം, അവർക്കെല്ലാം അറിയാം. അവർ തന്നെ കോൺഗ്രസിനെ തിരഞ്ഞെടുത്തത്, കോൺഗ്രസിനെ തള്ളിയത് അവരല്ലേ. BJP തിരഞ്ഞെടുത്തില്ലേ, BJP തള്ളിയില്ലേ. ആം ആദ്മി പാർട്ടി എന്തൊരു പ്രതീക്ഷയോടുകൂടി വന്നതാണ് ഇന്ത്യയിൽ. എന്ത് പ്രതീക്ഷയായിരുന്നു? ഇന്ത്യ പിടിക്കുമെന്നല്ലേ പറഞ്ഞു ഒരു ഘട്ടമായപ്പോൾ. കേരളത്തിൽ വരുന്നു. കേരളത്തിൽ ഇതിൻ്റെ രസമെന്നറിയാം. ഞാൻ ഡയറക്ടറായിരിക്കുമ്പോൾ, അത് പറഞ്ഞപ്പോഴാണ്, ഡയറക്ടറായിരിക്കുമ്പോൾ ഈ ആം ആദ്മി പാർട്ടിയിൽ ഞാൻ ചേരണമെന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്നു. സീറ്റ് തരാം, അത് തരാം, ഇതെന്നൊക്കെ പറഞ്ഞു. എൻ്റെ പ്രസംഗവും മറ്റ് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്നിട്ട് ഒരു 2 പേര് എന്നെ വീട്ടിൽ വന്ന് നിരന്തര ശല്യം ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ, പാർട്ടി ചേരാനൊന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഒരു ജോലിയിലിരിക്കുന്ന ആളല്ല, ഡയറക്ടറായിട്ടിരിക്കുകയല്ല. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വന്നൊരു മാധ്യമപ്രവർത്തനാണ്. അപ്പോൾ അദ്ദേഹം എന്നെ ഇങ്ങനെ നിരന്തരം ആം ആദ്മി കൊണ്ടുപോയേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ എന്നെ വീട്ടിൽ വന്നിട്ട് അദ്ദേഹം കാറുമായിട്ടൊക്കെ വീട്ടിൽ വന്നിട്ട് ഞാൻ അദ്ദേഹത്തിന് കാറ് ഇരുന്നുകൊണ്ട് അദ്ദേഹം ഉടനെ തന്നെ സംസ്ഥാന പ്രസിഡന്റ് ആവുന്ന പേര് ഞാൻ മറന്നു. ആദ്യത്തെ പ്രസിഡന്റിനെ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ ഡയറക്ടറാണ്, അപ്പോൾ ഇന്നപോലെ ഇരിക്കുകയാണ്, പിന്നെ പേര് ഇന്നാണ്, ഡോക്ടറേറ്റ് എല്ലാം എൻ്റെ ഒരു പ്രൊഫൈൽ 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞു. ഉടനെ അപ്പുറത്തുനിന്ന് പറയുകയാണ്. എന്നിട്ട് പറഞ്ഞിട്ട് ഇയാൾ സ്പീക്കറിലിട്ട്, ആര് ഈ നേതാവ്, അല്ലെങ്കിൽ ഞാനും കൂടെ കേൾക്കട്ടെ അപ്പുറത്തുനിന്ന്. സ്പീക്കറിൽ ഇട്ടത് പിന്നെ അബദ്ധമായി പോയെന്ന് പിന്നെ അയാൾക്ക് മനസ്സിലായി. ഇട്ടപ്പോൾ അവിടെ നിന്ന് പറയാണ്, അതിനിപ്പോൾ ആം ആദ്മിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ഞങ്ങൾ എന്തൊരു ഓൺലൈനിൽ നമ്പർ ഇട്ടിട്ടുണ്ട്, ടോൾ ഫ്രീ നമ്പർ, അതുവഴി എടുക്കണം. ഇനിയിപ്പോൾ എന്ത് ഡയറക്ടറായാലും ആരായാലും അങ്ങനെ ഒന്നും എടുക്കാം. ആം ആദ്മി വളർന്നുകൊണ്ടിരിക്കുകയാണ്, നാളെ ഞങ്ങൾ കേരളം ഭരിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞ് അയാൾ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് വന്ന് മിക്കവാറും പിണറായി വിജയൻ്റെ ആദ്യത്തെ ഗവൺമെൻറ് വരുന്നതിന് മുമ്പുള്ള കഥയാണ് ഞാനീ പറയുന്നത്. ഏറെ തമാശയാണ്. ഈ അണ്ണാ ഹസാരെ കേരളത്തിൽ വരികയും, അണ്ണാ ഹസാരെയാണല്ലോ ആം ആദ്മി പാർട്ടിക്ക് ഇയാൾക്ക് അരവിന്ദ് കെജ്രിവാളിന് അടിത്തറയിടുന്നത്. അണ്ണാ ഹസാരെക്ക് വ്യക്തിപരമായ പരിചയമുണ്ട്. കേരളത്തിലൊക്കെ വന്നിട്ട് എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അണ്ണാ ഹസാരെ നേരിട്ട് വിളിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ടീമിനെയൊക്കെ വിളിച്ചിട്ട് ഡൽഹിയിലൊന്ന് പോയ കറങ്ങി ഈ അരവിന്ദ് കെജ്രിവാളിനെയും കമ്പനി അടിച്ചിട്ട് വരാം. അവർ ഡൽഹിയിൽ നടന്ന സമരത്തിന് എന്നെ കൂടെ വിളിച്ചതാണ് കേരളത്തിൽ. അന്ന് ആം ആദ്മി പാർട്ടിയൊന്നും ഇല്ല, അതിൻ്റെ ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എന്നാലും ഞാൻ ഇത് അറിയാൻ വേണ്ടി വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങളിപ്പോൾ കേരളം ഭരിക്കാൻ പോണ കോട്ടയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് വഴി വരാൻ പറഞ്ഞു, ഈ ക്യൂ വഴി വരാൻ പറഞ്ഞു. എന്തിവിടെ സംഭവിച്ചു കേരളത്തിൽ? മൊബൈലിൽ മെമ്പർഷിപ്പ് എടുത്ത് വരാൻ പറഞ്ഞു. ഇവിടെ എന്ത് സംഭവിച്ചു കേരളത്തിൽ? പ്രഫുല്ലകുമാർ മോഹന്ത എന്ന് പറഞ്ഞ ഒരാൾ ആസാമിൽ വന്നു, ചെറുപ്പക്കാരൻ, 20 or 21 വയസ്സിൽ മുഖ്യമന്ത്രിയായി. പ്രഫുല്ലകുമാർ മോഹന്ത ഇപ്പം മറിക്കുമെന്ന് പറഞ്ഞ് നോർത്ത് ഈസ്റ്റ് മുഴുവൻ മറിച്ചോ? ആം ആദ്മി പാർട്ടി എവിടെ? ഈ BJPക്ക് അങ്ങനെ പറ്റില്ല. നിങ്ങൾ വിചാരിക്കുമല്ലോ അങ്ങനെ ഇന്ത്യ അങ്ങനെ ആർക്കും എന്ത് ഇത് കൊടുത്തിട്ടില്ല, ഒരു പാർട്ടിക്ക് എതിരെ കൊടുത്തിട്ടില്ല. അത് ഇന്ത്യയുടെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ഷമാ മുഹമ്മദൊക്കെ മനസ്സിലാക്കേണ്ടത്, പൊളിറ്റിക്സിലൊക്കെ നിൽക്കുമ്പം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ. ഷമാ മുഹമ്മദിനെ കൃത്യമായി വിലയിരുത്താൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അടുപ്പിക്കില്ലല്ലോ. ഇതല്ലേ സ്വഭാവം, ഇതല്ലേ ക്യാരക്ടർ. ഈ ക്യാരക്ടർ പ്രധാന ഘടകമല്ലേ. ഞാനതിൽ പറഞ്ഞു മെയ്വഴക്കം വേണമെന്നല്ലേ പറഞ്ഞു. മെയ്വഴക്കം എന്ന് പറഞ്ഞാൽ കീഴടങ്ങലല്ല, അടിമന മനോഭാവമല്ല. ഞാനിത് കേട്ടിട്ട് പറയും ഞാൻ അടിമയല്ല, ഞാൻ വ്യക്തിത്വം നിലനിർത്തുന്നതെന്ന് പറയുന്നതും വ്യക്തിത്വം പണയപ്പെടുത്തുമെന്ന് പറയുന്നത് പല കൺസെപ്റ്റാണ്. വ്യക്തിത്വം നിലനിർത്തി തന്നെ നന്നായി വളരാൻ പറ്റും. ഇതുപോലത്തെ കാര്യങ്ങളിലൊന്നും കൊണ്ട് തലവെക്കേണ്ട കാര്യമില്ല. ഞാനിത് മാത്രമല്ല, അവരുടെ ഓരോ സ്പീച്ച് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും. അതിനകത്തൊക്കെ എന്ത് ചെയ്യും, സംസാരിച്ച് തുടങ്ങി 3 മിനിറ്റിനകത്ത് അവർ സഹ പാനലിസ്റ്റുകളോട് എന്തുണ്ടാക്കും, വഴക്കുണ്ടാക്കും. പിന്നെ അങ്ങോട്ട് അവർ പറയണ ഒന്നും മനസ്സിലാവില്ല നമുക്ക്. അതുകൊണ്ട് ഷമാ മുഹമ്മദൊക്കെ കുറച്ചുകൂടി പ്രാക്ടിക്കൽ പൊളിറ്റിക്സ്, പ്രായോഗിക രാഷ്ട്രീയം ഉണ്ടല്ലോ, അത് പഠിക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കണം. അപ്പം ഇവരെയൊന്നും കയറി വിമർശിക്കാൻ നടക്കാതെ വേറെ കുറേ കാര്യങ്ങൾ ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.